ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റയാൻസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ്. ട്രിവാൻഡ്രം ലുലു മോളിൽ പോയപ്പോഴും എടുത്തിട്ടുള്ളതാണിത്. ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോഴും എടുത്തതാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയത് കാരണം കൂടുതലൊന്നും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനും ഹസ്സും മോനും കൂടി പോയിട്ടുള്ളതാണ് ഈ ഒരു വ്ലോഗിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കുക. ഓക്കെ, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഈവനിങ് 6:30 കഴിഞ്ഞിരുന്നു. ലുലു മോൾ എത്തിയപ്പോഴത്തേക്കും തന്നെ 7 ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവറുള്ളൂ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ടൈമിങ്. അപ്പോൾ ഫൈനലി ലുലു മോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് ടൈമിങ് എടുത്താണ് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയത്. അപ്പോൾ പാർക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയത് കാരണം 7 മന്താണ് ആയിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അതുകൊണ്ടാണ് നേരെ ന്യൂ ബോൺ ബേബിയുടെ സെക്ഷനിലേക്ക് വന്നത്. ഇപ്പോൾ ഒരുപാട് കമ്പനി പ്രോഡക്റ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. സെബാമെട്ട്, ഹിമാലയ, ജോൺസൺസ് ബേബി, മമ്മ എർത്ത്, ഡവ്, ജോൺസൺസ് ബേബിയുടെയൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഡവിൻ്റെയും ജോൺസൺസ് ബേബിയുടെയും പ്രോഡക്റ്റുകളായിരുന്നു. ഇപ്പോൾ ഡവിൻ്റെ ബേബി വൈപ്പ് കിട്ടാത്തത് കാരണം ഞാൻ ഹാപ്പി ഫോർ സേഫ് എന്ന ഒരു വൈപ്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയത് കാരണം കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ ഞാൻ കുറച്ച് പോർഷൻസുകൾ മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഞാൻ ഷോപ്പിംഗ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെയും കൂടി കാണിക്കുന്നത്. പിന്നെ ഞാൻ കാണിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് കേട്ടോ. നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നോർമലി ആയിട്ടുള്ള റേറ്റിനുള്ള നല്ല ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. തവ, അപ്പച്ചട്ടി, പാനുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുന്ന പാത്രങ്ങൾ. അതിനടുത്തായിട്ട് തന്നെ കുക്കർ പോലുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് പ്ലേറ്റ് സെറ്റുകളാണ്. 135 മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. നല്ല ഡിസൈനിങ് ആയിട്ടുള്ളത്, നല്ല ഭംഗിയുള്ള ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പ്ലേറ്റുകളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനടുത്തായിട്ട് തന്നെ ഡിന്നർ സെറ്റ് ഉണ്ട്. 2005 മുതലാണ് 2500 മുതലാണ് ഡിന്നർ സെറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഡിസൈനിങ് ഉള്ള ഒരുപാട് ഡിന്നർ സെറ്റുകളുണ്ട്, ഞാൻ ഈ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3000, 4000 ആ റേറ്റിനൊക്കെ ഉള്ളതും ഉണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഗ്ലാസ് സെറ്റുകളാണ് പല ടൈപ്പ് ഉണ്ടായിരുന്നു. ഇതവിടുത്തെ അറബിക് പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, അതാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. പാക്കിങ്ങിന് കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചപ്പോൾ രാത്രി 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് വളരെ ചെറിയൊരു വ്ളോഗാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രഗ്നൻസി ആയത് കാരണമാണ് അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.